പ്രകാശ് ജാവേദ്കറെ ഇ.പി. ജയരാജൻ കണ്ട് എത്ര വർഷമായി? ആ കാര്യത്തിന്റെ പുറത്ത് ഇപ്പോഴാണ് ഇ.പി. ജയരാജനെ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ അത് കൈകഴുകലാണ് CPM-ന്റെ. സത്യത്തിൽ BJP-യും CPM-ഉമായിട്ടുള്ള ബന്ധം ഇലക്ഷൻ കാലത്ത് ഉണ്ടായതാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പൊ ഇ.പി. ജയരാജൻ കണ്ടിട്ടുണ്ടെങ്കിൽ അന്ന് മുഖ്യമന്ത്രി അറിയാതെ കാണോ? തലസ്ഥാന നഗരിയിൽ മുഖ്യമന്ത്രിയുടെ മുക്കിന് മുമ്പിലല്ലേ കണ്ടത്? അപ്പൊ അന്നൊന്നും ചെയ്യാത്ത ആക്ഷൻ ഇന്നെടുക്കുന്നത് അത് കൈ കഴുകി ജയരാജനെ ബലിയാടാക്കാൻ വേണ്ടി ചെയ്തതാണ്. യഥാർത്ഥ കുറ്റം ചെയ്തവരെ മറിച്ച് നിർത്തി ജയരാജനെ ബലിയാടാക്കുകയാണ്. അതാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോയിന്റ്. അതാണ് ഇ.പി. ജയരാജനെ പോലൊരു ഉന്നതനായ നേതാവ് തലസ്ഥാന നഗരിയിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത പ്രദേശത്ത് ഇത്രയും കൂടിക്കാഴ്ച നടക്കണമെങ്കിൽ എന്തായാലും മുഖ്യമന്ത്രിക്ക് അന്ന് തന്നെ അത് അറിവുണ്ടായിട്ടുണ്ടാവും. ആ അറിവുണ്ടായിട്ട് ഇത്രയും നാൾ കഴിഞ്ഞും ഒരു നടപടിയും സ്വീകരിക്കാതെ ഇപ്പൊ ഇ.പി. ജയരാജൻ അതിന്റെ പേരിൽ നടപടി സ്വീകരിക്കുന്നത് വെറും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ്. ആ ഡീല് സത്യത്തിൽ പാർട്ടിയുമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സർക്കാർ എന്തിന്റെ പേരിലാണ് നടപടി സ്വീകരിക്കുന്നുള്ളത്? ഭരണകക്ഷി MLA SP ഓഫീസിന് മുന്നിൽ സമരം നടത്തുകയാണ്. ഈ സർക്കാരിലെ സത്യത്തിൽ ഈ സർക്കാരിന് തുടരാനുള്ള എല്ലാ ധാർമ്മികതയും നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. ഒരു നിയന്ത്രണവും ആരുടെ കയ്യിലുമില്ല. ഈ സർക്കാരിന് ലക്ഷ്യബോധമില്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട സർക്കാരാണ്. ഗുരുതരമായിട്ട് ഒന്നുകിൽ ഗുരുതരമായിട്ട് അക്കാര്യം ഗുരുതരമായ ആരോപണമാണ്, അന്വേഷിക്കണം. അല്ലെങ്കിൽ MLA പറഞ്ഞ തെറ്റാണെങ്കിൽ ആ തെറ്റാണെന്ന് പറയാൻ ആർജവം കാണിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നു, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന് നമ്മളെല്ലാവരും വള്ളംകളി മാറ്റിവെച്ചതിനെ അനുകൂലിച്ചവരാണ്. കാരണം ഇത്രയും വലിയൊരു ദുരന്തം നടക്കുമ്പോൾ വള്ളംകളി പോലെയുള്ള ഒരു വലിയ ഉത്സവം നടത്തേണ്ട കാര്യമില്ല അന്ന് എന്ന് നമ്മൾ പറഞ്ഞാണ്. പക്ഷേ നമുക്ക് ഈ നാട്ടിലെ ജനങ്ങളെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റുള്ളൂ. നാട്ടിലെ ജനങ്ങളെ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പൊ ആലപ്പുഴയുടെ ഏറ്റവും വലിയ വൈകാരികമായിട്ടുള്ള ഒരു സംരംഭമാണ് നെഹ്റു ട്രോഫി വള്ളംകളി, ആലപ്പുഴയുടെയും കുട്ടനാടിന്റെയും. അപ്പൊ ആദ്യത്തെ പരിഗണന കൊടുക്കേണ്ടത് അവിടെയല്ലേ, ബേപ്പൂരിനാണ് കൊടുക്കേണ്ടത്. അപ്പോ ഇത് ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളി എത്രയും പെട്ടെന്ന് നടത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. അതിന് എന്തെല്ലാം നിബന്ധനകൾ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. ചെലവ് ചുരുക്കാനും ചെലവ് കുറക്കാനും ഒക്കെയുള്ള നിബന്ധനകൾ എല്ലാം ആലോചിക്കാം. പക്ഷേ ഇതിനുവേണ്ടി രാപ്പകൽ അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന തുഴച്ചിക്കാരും ക്ലബ്ബുകളും ഒക്കെ തന്നെ വലിയ പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ ഒറ്റയടിക്ക് ഇത് ക്യാൻസൽ ചെയ്യുന്നത് ഒട്ടും ഗുണകരമല്ല. അതുകൊണ്ട് നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ്. അവിടെ സഹായിക്കാം, ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഇരട്ടത്താപ്പാണ്. അല്ല, അതാണ് ഞാൻ കത്ത് ചൂണ്ടിക്കാണിച്ചത്. നെഹ്റു ട്രോഫി വള്ളംകളിയും തൃശൂർ പൂരവും ഈ രണ്ടാണ് അന്തർദേശീയ മാർക്കറ്റിൽ പോലും നമ്മൾ വിനോദസഞ്ചാരത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് ബ്രാൻഡുകളാണ്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡിൽ ടൂറിസ്റ്റ് സീസണുകളിൽ നടത്തുന്നത് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ടൂറിസം മന്ത്രി തന്നെ ഇത് പറയാന്ന് പറഞ്ഞ സത്യത്തിൽ അത്ഭുതം തോന്നുന്നു. ഞങ്ങൾ സഹായിക്കില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് സർക്കാർ ആ തീരുമാനം മാറ്റണം. സെപ്റ്റംബറിൽ തന്നെ പറ്റുമെങ്കിൽ വള്ളംകളി നടത്തണമെന്നാണ് എനിക്ക് പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിന്റെ പരിപാടികൾ എന്നുള്ള നിലയിലേക്കല്ല ഞാൻ കാണുന്നത്. ഇത് ഈ തീരത്തിന്റെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇപ്പൊ ഇവർ പറയുന്നതിലൊന്നും ഒരു ട്രാൻസ്പെറൻസി ഇല്ല. എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തിയിട്ടില്ല, ആവശ്യമായിട്ടുള്ള മൈനിങ് ലൈസൻസ് ഇല്ല. ഇതൊന്നുമില്ലാതെ വളഞ്ഞ വഴിയിലൂടെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ഘടനമാണിത്. ഇത് ഒരു സംശയം വേണ്ട, ഈ നാടിനെ അപകടത്തിലാക്കുന്ന ഏറ്റവും വലിയ ദുരന്തമായിട്ട് ഇത് മാറും. ഇത് കൊണ്ടുപോകുന്ന KMMലേക്കും IREയിലേക്കുമാണെന്ന് പറയുന്നത്. KMMൽ ആണെങ്കിൽ ഏറ്റവും ഗുരുതരമായ അഴിമതി ആരോപണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ മറവിൽ എന്തൊക്കെയോ അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് ജനങ്ങളുടെ ഒരു സമരമാണ് എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി ജനങ്ങളുടെ കൂടെ നിൽക്കും. ഈ സമരം ശക്തമായിട്ട് വിജയം വരെ മുന്നോട്ട് കൊണ്ടുപോകും. അല്ല, വീണ്ടും തടയും. ഞാൻ പറയുന്നത് കോൺഗ്രസിന് അതിന്റെ ബാധ്യതയുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കോൺഗ്രസിനെ മാത്രമായി മാറ്റണ്ട. നിങ്ങളുടെ മാധ്യമങ്ങളും അതിനകത്ത് കുറച്ചുകൂടി അന്വേഷണാത്മകമായി നടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് പിന്നിൽ നടക്കുന്ന കള്ളക്കളികളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അന്വേഷണാത്മകമായ ശ്രമം നിങ്ങളുടെ ഭാഗത്തുകൂടി ഉണ്ടാകണം. പല വിഷയങ്ങളും പുറത്തു കൊണ്ടുവരാനും ഗവൺമെന്റിനെ കൊണ്ട് തീരുമാനം മാറ്റിമറിപ്പിക്കുന്നതിലും മാധ്യമങ്ങൾക്ക് കൂടെ പങ്കുണ്ടല്ലോ കേരളത്തിൽ. ഈ കാര്യം ഒന്ന് പഠിച്ചു നോക്കൂ, നമുക്ക് മനസ്സിലാകും ഏറ്റവും വലിയ കൊള്ളയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇത് നേരിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ട് സാഹചര്യങ്ങളാണ്. പ്രതിപക്ഷം എന്തായാലും ഇവിടുത്തെ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞ കാര്യങ്ങളോടാണ് എനിക്ക് അതിനകത്ത് അനുഭവമുള്ളത്. അവർ പറഞ്ഞത് പാർട്ടിയിലെ എല്ലാ തലങ്ങളിലും ആലോചിച്ചിട്ടാണ് എന്നുള്ളതാണ് എന്റെ വിഷയം.